ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി എന്ന ഓഫ് റോഡ് കൂടി ഇലക്ട്രിക് വാഹന ശ്രേണിയിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിച്ച വണ്ടിയാണത്. ഈ കഴിഞ്ഞ ഡിസംബർ 2024 ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ട ഇലക്ട്രിക് വെഹിക്കിളിൽ ഒന്നാണ് ഈ കിടക്കുന്ന MG വിൻസർ. ഇത്തവണ നമ്മൾ ലെറ്റ്സ് ഗോയിലൂടെ സംസാരിക്കുന്നതും വിൻസറിനെ കുറിച്ച് തന്നെയാണ്. ലെറ്റ്സ് ഗോ. കഴിഞ്ഞ ഡിസംബറിൽ മാത്രം 3785 വിൻസർ EVകളാണ് വിറ്റിട്ടുള്ളത്. ഇന്ത്യയിൽ JSW MG മോട്ടോർ ഇന്ത്യ വിറ്റ ആകെ കാറുകളുടെ പകുതിയിലേറെ ഈ വിൻസർ EV തന്നെയാണ്. തുടർച്ചയായ 3-ാം മാസമാണ് MG ഈ നേട്ടം കൈവരിക്കുന്നത്. കഴിഞ്ഞ മാസത്തോടെ വിൻസർ EVയുടെ ഇന്ത്യയിലെ വിൽപ്പന 10,000 കടന്നിരിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ല. പിന്നെ CUV സെഗ്മെന്റിലെ ആദ്യത്തെ EV എന്ന് വിൻസറിനെ പറയാം. CUV എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിളാണ്. അതായത് പാസഞ്ചറിൻ്റെയും അതുപോലെ തന്നെ SUVയുടെയും ഒരു സങ്കര ഇനം എന്ന് പറയാം CUVനെ. സാധാരണ ബോക്സി SUV രൂപത്തിൽ നിന്ന് മാറി കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള എയറോഗ്ലേഡ് ഡിസൈനാണ് വിൻസറിനുള്ളത്. 4295 mm ലെങ്തും 1850 mm വിഡ്ത്തും 1677 mm ഹൈറ്റും വീൽ ബേസ് 2700 mm ആണ് വരുന്നത്. വലിപ്പം കുറഞ്ഞ ബോണറ്റാണ്. ഇത് 2 തട്ടായിട്ടാണ് നമുക്ക് കാണാം. ബോണറ്റിന് താഴെയായിട്ട് LED ലൈറ്റ് സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. ബമ്പറിലെ ഹെഡ്ലാമ്പ്, DRL, ഇൻഡിക്കേറ്റർ, പ്രൊജക്ഷൻ ഹെഡ്ലാമ്പ് എന്നിവയാണ് ഹെഡ്ലാമ്പ് ക്ലസ്റ്ററിൽ നൽകിയിട്ടുള്ളത്. MG ZS സമാനമായിട്ടാണ് ഇതിൻ്റെ അലോയ് വീൽ. വിൻസറിൽ എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൺറൂഫാണ്. അപ്പോൾ ഈ സൺറൂഫ് നോർമലി നമ്മൾ ഏത് വണ്ടിയിലാണെങ്കിലും ഇത് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന സ്വിച്ചസ് ആണ്. പക്ഷേ ഇത് സൺറൂഫിൻ്റെ സ്വിച്ചസ് അല്ല. നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇത് ഡിസ്പ്ലേയിലേക്ക് തന്നെ വരണം. ഡിസ്പ്ലേയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. ഫുള്ളി ഓപ്പൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിവിശാലമായ സൺറൂഫ് നമുക്ക് തുറന്നു തരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലി ഉള്ള ഒരു പരിപാടിയില്ല. എല്ലാം നമുക്ക് ഡിജിറ്റലിയാണ്. ഡിസ്പ്ലേയിലേക്ക് തന്നെ വരണം. എത്ര പെർസെൻറ്റേജ് തുറക്കുന്നു എന്ന് ഉൾപ്പെടെ, അതായത് 100 ആയിക്കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് അതിവിശാലമായിട്ട് തന്നെ തുറന്നു വരും. പിന്നെ ഇത് ചില്ലാണ്, ട്രാൻസ്പെറൻ്റ് ആണ് ചില്ല്. ഈ ചില്ല് ഉയർത്താനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവിടുന്ന് അങ്ങറ്റം വരെ ബാക്ക് സീറ്റിലിരിക്കുന്നവർക്ക് പോലും സൺറൂഫിൻ്റെ ആ ഒരു മനോഹാരിത വളരെ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലാണ് വിൻസറിൽ അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വോയിസ് കമാൻഡ് ഒന്ന് കൊടുത്തു നോക്കാം. ഓപ്പൺ ദ സൺറൂഫ്. ഇനി അകത്തേക്ക് വരുമ്പോൾ ഫീച്ചറുകളുടെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല വിൻസർ EV. സെഗ്മെന്റിലെ തന്നെ ഏറ്റവും വലിയ 15.6 ഇഞ്ച് വലിപ്പത്തിലുള്ള ഗ്രാൻഡ് ടച്ച് ഡിസ്പ്ലേ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ലാപ്ടോപ്പ് വണ്ടിയിൽ നിവർത്തി വെച്ചൊരു ഫീലാണ് വിൻസറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേയിൽ നമുക്കെല്ലാം ഫിസിക്കലി ഒരു സ്വിച്ചസും ഇല്ല. ഇതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് ഡിസ്പ്ലേയിൽ തന്നെയാണ്, ഡിജിറ്റലി തന്നെയാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യേണ്ടത്. അതുപോലെ 8.8 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റേഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ സുരക്ഷയ്ക്കായി 6 എയർ ബാഗുകൾ, അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിങ്, 360-ഡിഗ്രി ക്യാമറ എന്നിങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ വിൻസറിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കപ്പ് ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും ഒരുപാട് ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇത് ഹാൻഡ് റെസ്റ്റ് ആണ്. ഹാൻഡ് റെസ്റ്റ് നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് താഴേക്ക് നോക്കുക. അതെ, ഇവിടെ ചെറിയൊരു ഹാൻഡിലുണ്ട്. ഇത് ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. മൊത്തത്തിൽ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് MG വിൻസർ എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇനി ഇതിൻ്റെ ഹാൻഡിലാണ്. ഹാൻഡിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെയാണ് പുറത്തും അവർ ഡോർ ഹാൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സമാനമായ രീതിയിൽ ഡോറിൽ നമ്മൾ നല്ലൊരു ഡിസൈൻ കാണാം. ഒരു തവി പോലെ നമുക്ക് കാണാറുണ്ടല്ലോ. ഈ ഡിസൈൻ നേരെ എൻഡ് ചെയ്യുന്നത് ഒരു സ്പീക്കറിലേക്കാണെന്ന് നമുക്ക് വിചാരിക്കും. പക്ഷേ ആക്ച്വലി ഇത് സ്പീക്കറല്ല. സ്പീക്കർ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. 9 സ്പീക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇൻഫിനിറ്റിയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള നല്ല സ്പീക്കേഴ്സ് തന്നെയാണ്. മാത്രമല്ല ഒരു സബ് വൂഫും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ടൂറൊക്കെ പോകാൻ അടിപൊളി വൈബാണ്. ഒരു DJ സെറ്റപ്പിലൊക്കെ പോയിട്ട് വരാം.
ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സീറ്റുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഗംഭീര കുഷിനാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇതിലിരിക്കുമ്പോൾ തന്നെ ഒരു രാജകല എന്ന് പറയാം. അത് 3 പേരാണ്, 5 സീറ്ററാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ നമുക്ക് 6 പേര് വരെ ഇരിക്കാം. അതായത് ബാക്ക് സൈഡിൽ നമുക്ക് 4 പേർക്ക് വരെ ഇരുന്ന് പോകാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. മാത്രമല്ല ഇത് ഹെഡ് റെസ്റ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ബാക്കിലേക്ക് ആക്കാം. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബാക്കിലേക്ക് അറിയാതെ പോകും. ഹെഡ് റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒബ്രോമുള്ള മസാജ് മെഷീനിൽ കിടക്കുന്ന ആ ഒരു ഫീലാണ്. കിടന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് മയങ്ങും. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസ് നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ അതിവിശാലമായ ഷോറൂം എന്ന് തന്നെ പറയാം. 604 ലിറ്ററാണ് ബൂട്ട് സ്പേസ് സെറ്റാക്കിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ അതെ ചാർജർ, ഈ വേരിയൻറ്റിന് 2 ചാർജറും കിട്ടുന്നുണ്ട്. AC DC ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് സബ് വൂഫ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ടയർ വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പിന് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാനുള്ള ഓപ്ഷന് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈഫ് ടൈം ബാറ്ററി വാറന്റിയോട് കൂടിയാണ് MG വിൻസർ EV അവതരിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ എല്ലാ പബ്ലിക് ചാർജിംഗ് സെന്ററുകളിലും 1 വർഷം വരെ ഫ്രീ ചാർജിംഗ് സൗകര്യം ലഭിക്കും. ആ സൗകര്യം ലഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 2024 ഡിസംബർ 31 വരെ ബുക്ക് ചെയ്തവർക്കാണ് 1 വർഷത്തേക്ക് അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് തൽക്കാലത്തേക്ക് കമ്പനി ആ ഓഫർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. CS-നും കോമറ്റിനും ശേഷം ഇന്ത്യൻ വിപണിയിൽ MG അവതരിപ്പിച്ച 3ാമത്തെ EV മോഡലാണ് വിൻസർ EV. ബാസ് പദ്ധതി പ്രകാരം MG വിൻസർ വാങ്ങിയാൽ പ്രതിമാസം ഓടുന്ന കിലോമീറ്ററിന് 3.5 രൂപ വെച്ച് വാടകയായി നൽകിയാൽ മതി. പെട്രോൾ കാറിനെ അപേക്ഷിച്ച് നമുക്ക് ചിലവ് വളരെ കുറവാണെന്നതാണ് ഇതിൻ്റെ ശ്രദ്ധേയമായൊരു കാര്യം. ഇനി നമുക്ക് പെട്രോൾ കാറുമായിട്ട് ഒന്ന് ചെറിയ കണക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, പെട്രോൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന പ്രതിദിനം 100 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു കാറിന് 15 കിലോമീറ്ററാണ് മൈലേജ് എങ്കിൽ ഒരു ദിവസത്തെ ഇന്ധന ചിലവ് 632 രൂപ വരും. ഇതൊരു മാസത്തേക്കാണെങ്കിൽ 18,960 രൂപയും വർഷത്തേക്കാണെങ്കിൽ 2,30,680 രൂപയും വരും. ഇതേ ദൂരം വിൻസർ EV-യിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ദിവസവുമുള്ള ഇന്ധനത്തിൻ്റെ ചിലവ് 115 രൂപ മാത്രമാണ്. മാസത്തേക്ക് വരുമ്പോൾ അത് 3,450 രൂപയും വർഷത്തേക്ക് 41,400 രൂപയും മാത്രമേ ആകുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഏതാണ്ട് 2 ഇരട്ടി അല്ല 3 ഇരട്ടിയോളം നമുക്ക് ലാഭമുണ്ട് പെട്രോളുമായിട്ട് തട്ടിച്ച് നോക്കും. 38 കിലോവാട്ട് ബാറ്ററിയുള്ള വാഹനം 331 കിലോമീറ്റർ റേഞ്ച് തരുന്നുണ്ട്. അതുപോലെ 136 HP കരുത്തും പരമാവധി നമുക്ക് 200 Nm ടോർക്കും വിൻസർ EV-ക്കുണ്ട്. മുഴുവൻ പണവും നൽകി വാങ്ങുന്നവർക്ക് 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ആകെ 1 രൂപ 15 പൈസ മാത്രമേ വരുന്നുള്ളൂ. നിരവധി പേരെ ഈ വാഹനത്തിലേക്ക് ആകർഷിക്കാൻ മെയിനായിട്ടൊരു കാരണം ഇത്തരമൊരു ഓഫർ കമ്പനി കൊണ്ടുവന്നതാണ്. ഒരു പെട്രോൾ കാറിന്റെ വിലയിൽ ഒരു EV എന്ന വിശേഷത്തോടെ ഇന്ത്യയിലെത്തിയ MG വിൻസറിനെ ഇവിടുത്തെ ഉപഭോക്താക്കൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അത് നമുക്ക് ബുക്കിംഗ് കൂടി വരുന്നതുകൊണ്ട് തന്നെ അറിയാൻ കഴിയും. മാത്രമല്ല ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററിന് ഏതാണ്ട് 2 രൂപയിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. അതും ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. മൊത്തത്തിൽ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ലെറ്റ്സ് ഗോയിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും മറ്റൊരു പുതിയ വാഹനത്തിൻ്റെ വിശേഷവുമായി. അതുവരേക്കും